മനുഷ്യന്മാരിൽ ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിന് വേണ്ടി ഇത് ഖുർആനല്ല ശാസ്ത്രമാണ് പറയുന്നത്. അപ്പൊ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. കാണാനുള്ള വഴിയുണ്ടെന്നും ഞാൻ പറഞ്ഞുതരാം. കാണണ്ടേ ഭൂമി മൃഗങ്ങൾ സുജൂദ് ചെയ്യുന്നത് കാണണോ? നിങ്ങളെന്താ മിണ്ടാത്തത്? എളുപ്പമാണ്. വീട്ടിലുള്ള ആടുകൾ സുജൂദ് ചെയ്യുന്നത് കാണണോ? വേണമെന്ന് പറയേ, വേണ്ടേ? ഇൻഷാ അല്ലാഹ് കാണും, അതിനുള്ള വഴിയുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഉസ്താദിന് കാണുന്നുണ്ടോ? അപ്പൊ പിന്നെ നമുക്ക് വേള കഴിയുമ്പോൾ മനസ്സിലാവും ഉസ്താദിന് കാണുന്നുണ്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു പറയുന്നു, ജനങ്ങളിൽ പലരും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്, എന്നാൽ സുജൂദ് ചെയ്യാത്ത ആളുകളുണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷ നിർബന്ധമായിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ശിക്ഷയുടെ പാത്രീഭൂതരാണവര്. എന്നിട്ട് പറയുന്നു, ഇനി നിസ്കരിക്കാത്ത ആളുകൾ, നിസ്കരിക്കാൻ അവസരം ലഭിക്കാത്തവൻ, അവസരം ലഭിച്ചിട്ടും നിസ്കരിക്കാത്തവൻ നിന്ദ്യനാണ്. അങ്ങനെ ഒരാൾ നിന്ദ്യതയുടെ പരാജയത്തിന്റെ കയ്പ് നീര് കുടിക്കേണ്ടി വന്നാൽ അവനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അല്ലാഹുവിനില്ല. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. ഒരാൾ നിന്ദ്യനായി പോയാൽ അയാൾ അല്ലാഹു മാന്യനാക്കൂല. ഇന്നല്ലാഹ യഫഅലു മാ യശാ. അല്ലാഹു അവൻ ഇച്ഛിക്കുന്നത് ചെയ്യും. കാരണം ഭൂമി അവന്റേതാണ്, ലോകം അവന്റെ കയ്യിലാണ്. ലോകത്തിന്റെ ചെങ്കോല എന്തുന്നത് അല്ലാഹു മാത്രമാണ്. അവന് ഇഷ്ടമുള്ളത് അവനിവിടെ പ്രവർത്തിക്കും. അല്ലാഹുവിന്റെ കൈകളിലാണ്. ഇനി എങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് ചോദിക്കുന്നുണ്ട്, സൽ, നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്നോട് ചോദിച്ചോ. സൽ, എന്താ വേണ്ടത് എന്നോട് ചോദിക്ക്. സ്വഹാബിക്ക് കിട്ടിയ ചാൻസ് ആണ്. നിങ്ങൾ എന്താ പറയാ? എനിക്ക് എന്താ വേണ്ടത്, എന്ത് ചോദിച്ചാലും ഞാൻ തരാമെന്ന് പറഞ്ഞ നിങ്ങൾ എന്താ ചോദിക്കുക? എനിക്കൊരു ബുള്ളറ്റ് വേണം അല്ലെ? ചെറുപ്പക്കാർക്കൊക്കെ ബുള്ളറ്റ് ആയിരിക്കും. പിന്നെ വേറെന്താ വേണ്ടത്? ടാബ് വേണ്ട കുട്ടികളുണ്ടാകും. ഐഫോൺ 7 ഒക്കെ വേണ്ട ആളുകളുണ്ടാകും. കിഡ്നി വിറ്റിട്ടൊക്കെ ഐഫോൺ 7 വാങ്ങിച്ചു എന്നൊക്കെ വായിക്കാൻ കഴിഞ്ഞു. കിഡ്നി വിറ്റിട്ട് ഐഫോൺ 7 വാങ്ങിക്കുക. ഐഫോൺ 7 പൊളിയുന്നതിനേക്കാൾ മുമ്പ് അവന് ചിലപ്പോൾ ഔട്ടായി പോകും. അല്ലാഹു അക്ബർ. അപ്പൊ ഏതായാലും അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് ചോദിച്ചു, എന്താണ് വേണ്ടത് എന്നോട് ചോദിച്ചു, ഞാൻ തരാൻ തയ്യാറാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ആ സ്വഹാബി ചോദിച്ചത് ദുനിയാവിലുള്ള സുഖങ്ങളല്ല, ദുനിയാവിന്റെ നേട്ടങ്ങളല്ല. സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുറാഫഖതക, താങ്കളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് വേണ്ടത്. താങ്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരിടം എനിക്ക് വേണം നബിയേ. സ്വഹാബി പറഞ്ഞു, നബിയെ എനിക്കൊന്നും വേണ്ട, നാളെ സ്വർഗത്തിലെത്തിയാൽ അങ്ങയുടെ കൂടെ ഇരിക്കാൻ എനിക്കൊരവസരം തരണേ എന്ന് സ്വഹാബി പറഞ്ഞു. ഇവരാണ് സ്വഹാബാക്കള്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് വന്നിട്ട് നബി തങ്ങളുടെ മുഖം ഇങ്ങനെ നോക്കിയിരിക്കും. തങ്ങളുടെ മുഖം നോക്കിയിട്ട് കരയും. വീട്ടിൽ നിന്നിട്ട് ബോറടിക്കുമ്പോ നേരെ വന്നിട്ട് നബി തങ്ങളുടെ മുഖം ഇങ്ങനെ നോക്കിയിരിക്കും. ഒരു ദിവസം നബി തങ്ങളുടെ മുഖം നോക്കിയിട്ട് കരയാൻ തുടങ്ങി. നബി തങ്ങൾ ചോദിച്ചു, സൗബാൻ എന്ത് പറ്റി? സൗബാൻ പറഞ്ഞു, നബിയെ, നിങ്ങൾ മരിച്ചുപോയി, ഞാനും മരിച്ചുപോയി. നിങ്ങളും സ്വർഗത്തിലെത്തി, ഞാനും സ്വർഗത്തിലെത്തി. നിങ്ങൾ സ്വർഗത്തിന്റെ ഉന്നതമായ തട്ടിൽ മഹാന്മാരായ നേതാക്കന്മാരുടെ കൂടെ, പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിന്റെ ഉന്നതമായ തട്ടിലും ഈ പാപം സൗബാൻ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിലായാൽ എനിക്ക് സ്വർഗത്തിൽ അങ്ങേ കാണാൻ കഴിയില്ലല്ലോ നബിയേ. സഹാബാക്കളുടെ വിഷമം ഇതൊക്കെയാണ്. നിങ്ങൾ സ്വർഗത്തിൽ എവിടെയെങ്കിലും, ഞാൻ എവിടെയെങ്കിലും, എനിക്ക് സ്വർഗം എന്തിനാ? എനിക്ക് സ്വർഗം വേണ്ട, നിങ്ങളില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട നബിയെ. അതുകൊണ്ട് എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു കരഞ്ഞു പോയ മഹാന്മാരായ സ്വഹാബാക്കൾ. അതേപോലെ ഈ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്,
അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് അവസരം വേണം. ഇതന്നെയാണോ വേണ്ടത്? അതേ നബിയേ, എനിക്കിത് തന്നെയാണ് വേണ്ടത്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പൊന്നുമോനെ സുജൂദ് അധികരിപ്പിച്ചോ, സുജൂദ് അധികരിപ്പിക്കണം. സുജൂദ് അധികരിപ്പിച്ചാൽ നിനക്ക് എന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവാൻ നിസ്കാരം മുറുകെ പിടിക്കുന്നവരാവണം നമ്മൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി എങ്ങനെ നമ്മൾക്ക് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നത് കാണാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ, എന്റെ അടുത്തേക്ക് എന്റെ അടിമകൾ ഏറ്റവും അടുക്കുന്നത് ഫർളുകൾ ചെയ്യുമ്പോഴാണ്, നിർബന്ധമായ ബാധ്യതകൾ ചെയ്യുമ്പോഴാണ് എന്റെ അടിമ എന്നോട് അടുക്കുന്നത്. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, എന്നാൽ ളുഹർ നിസ്കാരത്തിന്റെ കൂടെ അതിനു മുമ്പ് 4ഉം ശേഷം 4ഉം സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം സഹോദരന്മാർ. ഇപ്പോഴേ നിസ്കരിക്കാൻ പറ്റും. ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കുക. വോളണ്ടിയർ ബാഡ്ജ് ഇട്ടിട്ട് നടന്നാ പോരാ. അതാണ് വേദനുണ്ടായാല് ചെറുപ്പക്കാരൊക്കെ വോളണ്ടിയർ ബാഡ്ജ് ഇട്ട് നടക്കുക. പിന്നെ വേദിപ്പാരെ കേൾക്കുക. കുറച്ച് വയസ്സന്മാർ മുമ്പിലുണ്ടാകും, പിന്നെ കുറച്ച് കുട്ടികൾ, അവർക്ക് എണിക്കാനും പേടി ഇരിക്കാനും പേടി. എണിച്ചാ പിന്നെ ബാക്കിൽ നിന്ന് നാട്ടുകാർ പറയും, ഉടച്ചോനെ ചെറുപ്പക്കാരൊക്കെയാണ് ബാക്കിലുള്ളത്, പേടിപ്പിച്ച് ഓടിച്ചൂടൂല എണിച്ചു പോയാൽ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ആടും. ഇതൊക്കെ ഉണ്ടാകും. ചെറുപ്പക്കാര്യങ്ങളൊക്കെ കേൾക്കും. ഇന്നിപ്പോ വലിയ വളണ്ടറിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, അല്ലെ? ഉണ്ടോ? അത്രമാത്രം ആളുകളൊന്നും ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 10 മുഅക്കദായ സുന്നത്ത് 10 എണ്ണാണ്, റവാത്തിബ് 22 എണ്ണാണ്. ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്, അത് മുഅക്കദായ സുന്നത്താണ്. ശ്രദ്ധിക്കണം, ഇത് നിസ്കരിക്കണം നമ്മൾ. ഇത് ഒഴിവാക്കാനുള്ളതല്ല. ആകെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതും പിന്നെ എണിച്ച് സലാം വിട്ടിപ്പോ, ഇതല്ല നിസ്കാരം. അതിന്റെ കാരണം ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ശ്രദ്ധിക്കണേ. സുബഹി നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 4, ടോട്ടൽ 6 എണ്ണായി അല്ലെ? ളുഹറിന്റെ ശേഷം 4, 10 എണ്ണായി. അസറിന്റെ മുമ്പ് 4, 14 എണ്ണായി. മഗ്രിബിന്റെ മുമ്പ് 2, 16, ശേഷം 2, 18. ഇശായിന്റെ മുമ്പ് 2, 20, ശേഷം 2, 22. തിരിഞ്ഞു ഒന്നും കൂടി പറയാം. സുബഹിക്ക് മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, 6, ളുഹറിന്റെ ശേഷം 4, ഇത്രയായി 10. അസറിന്റെ മുമ്പ് 4, 14. മഗ്രിബിന്റെ മുമ്പ് 2, 16, ശേഷം 2, 18. ഇശായിന്റെ മുമ്പ് 2, 20, ശേഷം 2, 22. ഇത് നിസ്കരിക്കാനുള്ളതാണ്. ഇത് വെറുതെ കിതാബിൽ പറഞ്ഞതോ ഹബീബ് പറഞ്ഞത് വെറുതെ അല്ല. ഇത് നിസ്കരിക്കണം. ചെറുപ്പക്കാർക്ക് ഇപ്പോഴേ ഇതൊക്കെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാം, നിങ്ങളിത് ഈ നിസ്കാരം ഏകദേശം ഒരു മാസം നിങ്ങൾ നിരന്തരമായി നിസ്കരിച്ചാല് പിന്നെ ഇത് നിസ്കരിക്കാതെ നിങ്ങൾക്ക് എണീക്കാൻ പറ്റൂല. തിരക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒഴിവാക്കണം തോന്നുന്നു, എന്നാലും ഒഴിവാക്കിയാൽ വിഷമായിരിക്കും. നിങ്ങൾ ശീലിക്കുന്നു. വാല് കേട്ടിട്ട് നടന്നാൽ മതിയില്ലല്ലോ. ഒരു വാല് സംഘടിപ്പിച്ചിട്ട് ഇവിടെ വലിയൊരു പന്തലും എത്രമാത്രം ചെലവാ. ഇതൊക്കെ വെറുതെ ആവാൻ പാടില്ലല്ലോ. എന്തെങ്കിലും മുതലാവണ്ടേ? ഇന്ന് മുതൽ തുടങ്ങണം. ഒരു നിയത്ത് വെക്ക് ചെറുപ്പക്കാരാ. അയ്യുഹശാബുൽ മുബ്തദിലു ശബാബഹു ലി, ചെറുപ്പക്കാരാ, നിങ്ങളുടെ യുവത്വം എനിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ, അൻത ഇന്ദീ കബഅലി മലായികതി, നിങ്ങൾ എന്റെ മലക്കുകളെക്കാളും മുകളിലാണ്. എവിടെ? ചെറുപ്പക്കാർ. വയസ്സന്മാരെ കുറിച്ച് ചർച്ചയില്ല. അവരേതായാലും പിന്നെ കബറിലേക്ക് കാൽ നീട്ടിയിരിക്കുമ്പോ പിന്നെ രക്ഷയൊന്നുമില്ല. നാട്ടുകാർ പറഞ്ഞാലും കേൾക്കില്ല, മക്കളും കേൾക്കില്ല, പേരക്കുട്ടികളും കേൾക്കില്ല. പിന്നെ ഇപ്പൊ ഏതായാലും നിക്കലും ചൊല്ലി നിസ്കരിച്ച് നടക്കുക. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ചർച്ചയില്ല. ഇവിടെ വയസ്സന്മാരെ കുറിച്ച് ചർച്ചയില്ല. ചെറുപ്പക്കാർ, നിങ്ങളുടെ യുവത്വം നിങ്ങൾ ചെലവഴിച്ചാൽ, അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറായാൽ, അയ്യുഹശാബുൽ മുബ്തദിലു ശബാബഹു ലി, ചെറുപ്പക്കാരാ, നിങ്ങളുടെ യുവത്വം എനിക്ക് വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറായാൽ,
അൻത ഇൻദീ കബഅളി മലായികതി, എന്റെ മലക്കുകൾക്ക് സമാനമാണ് നിങ്ങൾ, മലക്കുകളെക്കാളും മുകളിലാണ് നിങ്ങൾ. ഒന്നും വേണ്ട, അള്ളാഹുവിന് വേണ്ടി നമ്മുടെ യുവത്വം ചെലവഴിച്ചാൽ നീ മലക്കിനെക്കാളും മുകളിലാണ്. മലക്കെന്ന് പറഞ്ഞാൽ ആരാ? തിന്നാതെ കുടിക്കാതെ ടോയ്ലറ്റിൽ പോലും പോവാതെ സദാസമയവും റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നവർ. ഹുമുൽ ഖൗമു ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹുവിന് ഇന്നേ വരെ ഒരു ധിക്കാരം പോലും ചെയ്യാത്ത ആളുകൾ, അവരെക്കാളും മുകളിലാണ് നിങ്ങൾ. എന്ത് വേണം? യുവത്വം അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കണം. ഫ്രം 15 to 40, 15 മുതൽ 40 വരെയാണ് യുവത്വം. ആ യുവത്വം അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എത്ര റവാത്തിബ് സുന്നത്ത്? എത്ര? 22. ഒന്നും കൂടി പറയട്ടെ. സുബ്ഹിക്ക് മുമ്പ് 2 എണ്ണം, ളുഹുറിന് മുമ്പ് 4 എണ്ണം, ശേഷം 4 എണ്ണം, അസറിന്റെ മുമ്പ് 4 എണ്ണം, മഗ്രിബിന്റെ മുമ്പ് 2, ശേഷം 2, ഇശാഇന്റെ മുമ്പ് 2, ശേഷം 2, 22 എണ്ണമായി. ഇത് റവാത്തിബ് സുന്നത്താണ്. ഇത് തന്നെ ഒഴിവാക്കാൻ പാടില്ല. എന്നാ പിന്നെ അത്യാവശ്യം തിരക്കുണ്ടാകുമ്പോ നമ്മൾക്ക് ഒഴിവാക്കേണ്ടി വന്നാൽ ഒരു 10 നിസ്കാരമുണ്ട്. ഇതിൽ തന്നെ 22 പെട്ട 10 ഉണ്ട്. അത് മുഅക്കദാണ്, വളരെ ശക്തിയുള്ള സുന്നത്താണ്. ഒരു കാരണവശാലും ഇത് ഒഴിവാക്കരുത്. ഏതാണ് ആ 10 എണ്ണം? സുബ്ഹിക്ക് മുമ്പുള്ള 2 എണ്ണം. റകഅത്തുൽ ഫജ്രി ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിലുള്ള സകലതും ലഭിക്കുന്നതിനേക്കാളും പുണ്യം സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ 2 റക്അത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഇന്നു മുതൽ ഒഴിവാക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് എന്ന് പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ വെച്ചാല് പിന്നെ ബ്ലഡ് താഴോട്ടായതുകൊണ്ട് തലയണൊക്കെ വെച്ചിട്ടാ സുജൂദ് ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ള സുന്നത്തുകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണ്. എന്നാലും സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് ഒഴിവാക്കാൻ ഒരു മനസ്സിനൊരു വേദന, ഒരു വിഷമം. അപ്പൊ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നബിത്തങ്ങള് ജീവിതത്തിൽ ഒഴിവാക്കാത്ത 4 കാര്യമുണ്ട്. അതിലൊന്ന് സുബഹിക്ക് മുമ്പുള്ള സുന്നത്താണ്. ഒരു കാരണവശാലും സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് ഒഴിവാക്കൂല. സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം രൂപേഷും കൃഷ്ണനൊക്കെയാണ് സത്യത്തിൽ പേരിലെ ആ പേരുള്ളവൻ. നിസ്കരിക്കാത്തവൻ നോൺ മുസ്ലിമാണ്. അല്ലാഹു ബോധം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അലം നശ്റഹ് ലക സദ്റക്, ഒന്നാമത്തെ റക്അത്തിൽ സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്തിന്റെ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക് ഇന്ന് മുതൽ ഓദിക്കോ. ഒരുപക്ഷെ ജീവിതത്തിൽ അങ്ങനെ ഒരു അർശസ് വരാൻ, പൈൽസ് വരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു ആ തീരുമാനം തന്നെ മാറ്റിക്കളയും. പാടില്ല. സുബ്ഹിയുടെ മുമ്പിൽ 2 റക്അത്ത് ഒഴിവാക്കാൻ പാടില്ല. ളുഹറിന്റെ മുമ്പ് 2 ഒഴിവാക്കാൻ പാടില്ല. ശേഷം 2 ഉണ്ട്, അതും ഒഴിവാക്കാൻ പാടില്ല. അതേപോലെ തന്നെ മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ഇളവാണ്. ഇതൊക്കെ എക്സ്ക്യൂസ് അല്ലേ? എന്നും നാട്ടിലുണ്ടാകുമ്പോ എന്നും സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ്. 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ്. അയാൾ യാത്ര പോകുമ്പോ 4 നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട ഫർള് അല്ലാഹു ഓഫറാക്കി 2 ചുരുക്കി തന്നു. പിന്നെ ആള് സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നീ നാട്ടിൽ നിസ്കരിക്കുന്ന ആളാണോ എങ്കിൽ നിസ്കരിക്കാതെ തന്നെ നിനക്കതിന്റെ പ്രതിഫലം അല്ലാഹു തരും. അതേപോലെ വയസ്സന്മാരുണ്ട്. നമ്മുടെ യൂത്ത്, നമ്മുടെ ചെറുപ്പം, നമ്മുടെ യുവത്വം, അതിൽ നമ്മൾ കൃത്യമായി സുന്നത്തും ഫർളൊക്കെ നിസ്കരിച്ച് 60 വയസ്സാകുമ്പോ കൈകാലുകളൊക്കെ തളർന്നു, നിസ്കരിക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു ഫർള് നിസ്കരിക്കുമ്പോ തന്നെ നടുവേദനയാണ്, നിസ്കരിക്കാൻ കഴിയുന്നില്ല. നീ നിസ്കരിച്ചില്ലെങ്കിലും അല്ലാഹു നിന്റെ യുവത്വമാണ് നോക്കുന്നത്. അവിടെ ഉള്ളതൊക്കെ ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യാൻ. അവിടെ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിക്കാതെ തന്നെ കൂലി ലഭിക്കാൻ. ഇനി നിസ്കരിച്ചാലോ അതിനേക്കാളും കൂലിയാണ്. യാത്രയിൽ ഒരാൾ സുന്നത്ത് നിസ്കരിക്കുകയാണ്, അതിനേക്കാളും കൂലിയാണ്. നിസ്കരിച്ചില്ലെങ്കിലും അള്ളാഹു കൂലി തരും. മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ വാല് പറയുന്ന ഉസ്താദുമാരൊക്കെ ചിലപ്പോ ഞാൻ പറയാൻ കാരണം കോഴിക്കോട് നിന്നൊക്കെ വരുന്ന ആളുകൾ ഉണ്ടാകും. അവർ നിസ്കാരം കഴിഞ്ഞിട്ട് എണീറ്റ് പോകുമ്പോ നാട്ടുകാർ ഇയാൾ വലിയ വാലും പറഞ്ഞു, സുന്നത്ത് നിസ്കരിക്കണമൊക്കെ വാല് പറഞ്ഞു, ഇയാൾ നിസ്കരിക്കുന്നില്ലല്ലോ എന്ന് കരുതണ്ട. യാത്രക്കാർക്ക് നിസ്കരിക്കാതെ തന്നെ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അള്ളാഹു ബോധം നൽകട്ടെ.
അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുമ്പോഴാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, അന്ത്യനാളിലെത്തിയാൽ അല്ലാഹു ആദ്യം ചോദ്യം ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. മറ്റതൊക്കെ പിന്നെ ആദ്യം ചോദിക്കുക നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച്, നിസ്കരിച്ചിട്ടുണ്ടോ? ചോദ്യതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിലേക്ക് കടന്നു വരികയാണോ? ഹബീബിന്റെ അസ്ഹാബ് എന്ന് പറയുന്നവർ പള്ളിയിലേക്ക് കടന്നു വരികയാണോ? അവന്റെ കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളമുണ്ട്. വ്യഭിചാരത്തിന്റെ അടയാളവുമായിട്ട് ഹബീബിന്റെ പള്ളിയിലേക്ക് കടന്നു വരികയാണോ? സ്വഹാബി അത്ഭുതപ്പെട്ടു പോയി. പടച്ചോനെ, വഹി മുറിഞ്ഞു പോയിട്ടില്ലേ? ഇപ്പോഴും വഹി വരുന്നുണ്ടോ? ഹബീബിന്റെ ശേഷം വഹി ഇറങ്ങിയോ? സ്വഹാബി ചോദിച്ചു, നബിക്ക് ശേഷം വഹി ഇറങ്ങുകയോ? അപ്പൊ പറഞ്ഞു, ഇത് വഹിയല്ല, ഇത് മുഅ്മിനിന്റെ നോട്ടമാണ്. മുഅ്മിനിന്റെ നോട്ടമാണത്. ആ നോട്ടം നമ്മൾക്കും സാധിക്കും. എന്ത് വേണം? സുന്നത്തുകൾ അധികരിപ്പിച്ചേക്കണം. സുന്നത്ത് ഒരുപാടുണ്ട്, അതിന് വിശദീകരിക്കാൻ സമയമില്ല. ബാത്റൂമിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം സുന്നത്താണ്. എൻ്റെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. നമ്മുടെ ഡോക്ടർ ബഹാഉദ്ദീൻ ഉസ്താദ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ മുഴുവനും സുന്നത്തിൽ അധിഷ്ഠിതമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ചെരുപ്പിടുന്നതും വസ്ത്രമഴിക്കുന്നതും വസ്ത്രമിടുന്നതും നടത്തവും എല്ലാം സുന്നത്തിൻ്റെ ആ ഒരു ചെല്ലയിലൂടെ നമ്മൾ പോവുക. അങ്ങനായ നമുക്കിതൊക്കെ കാണാനും അറിയാനും സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു പറഞ്ഞതേപോലെ കോയോട് മുള്ളോട് കൂകന്ന് ചെന്നാരെ കുഷാതെ കൂകി പാറപ്പിച്ച് വിട്ടോവാർ. കോഴിയുടെ മുള്ളിനോട് കൂക് എന്ന് പറയുമ്പോ എങ്ങനെയാണ് ആ കോഴിയുടെ എല്ല് കോഴിയായി മാറിയത്? നാവ് അത് അല്ലാഹുവിന്റെ നാവായി മാറി. ഇഷ്ടം പോലെ സംഭവമില്ലേ? സിഎം വലിയുള്ള ക്യാൻസർ ഉള്ള ആള് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ക്യാൻസർ ആണ്, നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല, പോയിക്കോ, പിന്നെ ക്യാൻസർ ഇല്ല. പരിചയമുള്ള കേട്ട ചില ആളില്ല. സിഎം വലിയ അറിയുന്ന ആളുകളില്ല ഇവിടെ. എൻ്റെ മഹലിത അവിടെ മടക്കരയിലെ ഞാൻ ഖത്തീബായി ജോലി ചെയ്യുന്നത്. അവിടെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവിടുത്തെ പഴയ പ്രസിഡന്റ്. അദ്ദേഹത്തിന് ഇവിടെ ഒരു മൂത്രക്കല്ലുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. സിഎം വലിയ മടക്കരയിൽ എന്തോ ഒരു ആവശ്യത്തിന് എന്തോ ഒരു പരിപാടിക്ക് വന്നതാണ്. വീട്ടിലിരിക്കുകയാണ് വരാന്തയിൽ. അദ്ദേഹം പോയിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയെടുത്തിട്ട് ഒരു കുത്തു കൊടുത്തു. ഓപ്പറേഷൻ വേണ്ട, കല്ലില്ല, പോയിക്കോ. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർമാർ എന്ത് ചെയ്തു? ഡയഗ്നോസ് ചെയ്തു, ചെക്ക് ചെയ്തു. പറഞ്ഞു, ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, കല്ലുണ്ട് അവിടെ. പക്ഷെ ഇന്ന് കല്ലല്ല, അത് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. സിഎം വലിയുള്ള എന്തേ ഇതെങ്ങനെ ആയത്? സുന്നത്ത് അധികരിപ്പിച്ചാൽ ഇഷ്ടം പോലെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചോദിക്കാം. ഇവിടെ അടുത്താണ് വടക്കര. മീൻ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് പറയുന്നിട്ട് ഇവിടെ എല്ലായിടത്തും ആവലിക്കും ഏക്കുറക്ക് 600 കൊടുക്കുമ്പോൾ 300 രൂപക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നിട്ടു. കോഴിക്കോടി വെള്ളിയാഴ്ച ജുമയ്ക്ക് ഇപ്പം നാളെ അവിടെ പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇതൊക്കെ എപ്പോ നടക്കും? സുന്നത്തുകൾ അധികരിപ്പിക്കണം. ഇതേപോലെ ദാർഹുദയിൽ പഠിക്കുന്ന എൻ്റെ ജൂനിയർ ആയിട്ടുള്ള ഒരു കുട്ടി, ഇപ്പൊ ഉദവ്യായൊന്നും എനിക്കും അറിയില്ല, കണ്ണിന് കാഴ്ചയില്ല. ഒരുപാട് ഡോക്ടർമാരെ കാണാൻ പോയി, ചികിത്സ ചെയ്തു, ഒരു ശിഫ ലഭിച്ചില്ല. ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് പരിചയമുണ്ടോ? തൃപ്പനച്ചി ഉസ്താദിന് പരിചയമുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ഓടിച്ചു പോയ ആളുകളൊക്കെ. അങ്ങനെ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം അങ്ങനെ അടിച്ചതാണ്. അദ്ദേഹത്തിന്റെ കൈ കണ്ണിലേക്ക് കൊണ്ടു. പിന്നെ ആ കുട്ടിക്ക് കാഴ്ചശക്തി കിട്ടിയെന്നാണ്. കുട്ടി ഉദവിയായോ ഇല്ലെന്ന് എനിക്കറിയില്ല, ആയിട്ടുണ്ടാകും. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അവൻ കാണുന്ന കണ്ണ് അത് എന്റെ കണ്ണായി മാറും. ഞാൻ കാണുന്നത് പോലെയാണ് അവൻ കാണുന്നത്. അവൻ പിടിക്കുന്ന കൈ അത് എന്റെ കൈയാണ്. ഇങ്ങനെ തൊടുമ്പത് അസുഖം ശിഫയാകും. അവൻ പിടിക്കുന്ന കൈ അത് എന്റെ കൈയായി മാറും, എന്റെ കൈയായി മാറും. അതുകൊണ്ട് തങ്ങന്മാരോട് നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എന്ന് പറയിപ്പിക്കുന്നത് വെറുതെ അല്ല.
സുഫിമാരെ കാണുമ്പോ വലിയനെ കാണുമ്പോഴൊക്കെ ദുആ ചെയ്യണേ, ഒന്ന് തലതടവുന്നതും തൊടുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. അവൻ പിടിക്കുന്ന കയ്യന്റെ കയ്യായി മാറും. അവൻ നടക്കുന്ന കാല് അത് എന്റെ കാലായി മാറും. അവന് ദീർഘമായ മൈലുകൾക്കപ്പുറത്തേക്ക് പോവേണ്ടി വന്നാലും നിമിഷങ്ങൾ കൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു പോവാൻ പറ്റും. സ്വഹീഹായ ഹദീസല്ലേ, റവാഹുൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. തള്ളിക്കളയാൻ പറ്റും, നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റോ ഈ ഹദീസുകളൊക്കെ? എന്താണ് ഇതിന്റെ ഒക്കെ ആശയം? നമ്മൾക്കത് പറ്റും, നമ്മൾ നന്നാവണം, നമ്മളെ പരിശുദ്ധമായ സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്തുകളും മുറുകെ പിടിക്കുന്നവരാകണം. ല്ലേ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവൻ എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. അവൻ എന്നോട് ചോദിക്കുകയാണ്, അവന് കുഞ്ഞില്ല, അല്ലാഹുവേ കുഞ്ഞിനെ കൊടുക്കണമെന്ന്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ കുട്ടിയില്ല, ദുആ ചെയ്യണം. ഉസ്താദ് ദുആ ചെയ്തു, കുട്ടി ഉണ്ടായില്ല. പിന്നെ കുറെ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു, പെണ്ണും വന്നു, ആണും വന്നു. ഉസ്താദെ കുട്ടിയില്ല, ദുആ ചെയ്യണം. ഉസ്താദ് പറഞ്ഞു, കുട്ടി ഉണ്ടാവാൻ അള്ളാഹുവിന്റെ തീരുമാനമില്ല, അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെ ഇല്ല. അപ്പോ അയാളും പെണ്ണും അവിടെ നിലത്ത് വീണിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം, ഉസ്താദ് ദുആ ചെയ്യണം, കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ദുആ ചെയ്തു, കുട്ടി ഉണ്ടായി, ഒരൊറ്റ കുട്ടി ഉണ്ടായി, ഒരൊറ്റ കുട്ടി. അതിനുശേഷം വേറെ കുട്ടി ഉണ്ടായിട്ടില്ല. എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. നമ്മൾക്കും പറ്റും, അതെ, നമ്മൾക്കും പറ്റും. നമ്മൾ അങ്ങനെ ആയാ മതി, അങ്ങനെ ആയാ നമ്മൾക്കും അത് എളുപ്പമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പറയാണെങ്കിൽ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്, ഒന്നും രണ്ടല്ല, ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഈ വിഷയങ്ങളിൽ വിശദീകരിക്കാൻ നിന്നാൽ എന്തിൽ നിന്നെങ്കിലും അഭയം തേടിയാൽ ഞാൻ അവന് കാവൽ നൽകും. ബഹുമാനപ്പെട്ട കുമ്പോൾ കുഞ്ഞിക്കോയത്തങ്ങളൊക്കെ പറഞ്ഞതുപോലെ സംഭവിച്ചത് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാണിയൂർ ഉസ്താദ് ഒരുപാട് ഡോക്ടർമാർ വരെ അദ്ദേഹത്തിന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ക്യാൻസർ രോഗികൾക്കൊക്കെ ശിഫ നൽകിയിട്ടുണ്ട്. സിമ്പിളാണ്, ഹംബിൾ നമ്മൾ പറയില്ലേ, സിമ്പിളാണ്, ഒരു പണിയില്ല. അപ്പൊ അതിന് വേണ്ടത് എന്താ? അതിന് മരുന്നെന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. ഞാൻ അവനെ സ്നേഹിക്കും. അവൻ ഒരുപാട് സുന്നത്തുകൾ ചെയ്യാൻ തുടങ്ങിയാൽ, സുന്നത്തുകൾ ചെയ്യുമ്പോ എന്നിലേക്ക് അടുത്തടുത്തടുത്തടുത്തടുത്ത് വരും. ഹത്താ ഉഹിബ്ബുഹു, ഞാൻ അവനെ സ്നേഹിക്കും. അല്ലാഹു സ്നേഹിച്ചാലോ പിന്നെ എല്ലാം നമ്മുടെ കൈയും കാലും ഒക്കെ അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എന്ത് വേണം? സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറഞ്ഞു, നിസ്കാരത്തിന്റെ കാര്യം വരുമ്പോ, മക്കളോട് നിസ്കാരത്തിന്റെ കാര്യം വരുമ്പോ പറഞ്ഞു, നിങ്ങൾ 7 വയസ്സായാൽ മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ 7. 7 വയസ്സുള്ള മക്കളോട് നിസ്കരിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. നോമ്പ് നോക്കാൻ പറഞ്ഞിട്ടില്ല. 7 വയസ്സായ മക്കളോട് നോമ്പ് കൊണ്ട് കൽപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. വേറൊരു നന്മയും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നിസ്കാരത്തിന്റെ കാര്യം ഗൗരവമാണ്. ആ കുട്ടിക്ക് നിസ്കാരം നിർബന്ധമില്ലല്ലോ, പിന്നെന്തിനാണ് ആ കുട്ടിയോട്, 7 വയസ്സായ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞത്? മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണേ. 7 വയസ്സായി കഴിഞ്ഞാൽ ഏതുവരെ? 10 വയസ്സ് വരെ അവരോട് പറയണം നിസ്കരിക്കാൻ. 7 വയസ്സായ കുട്ടിയെ വിളിക്കണം, പൊന്നുമോനെ നിനക്കിന്ന് 7 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്ന്. ഇന്ന് മുതൽ പൊന്നുമോൻ നിസ്കരിക്കാൻ തുടങ്ങണം. പറയണം, ളുഹറിന് പറയണം, അസ്റിനും പറയണം, സുബഹിക്കും മഗ്രിബിനും ഇശാഇനും പറയണം. മാതാപിതാക്കളുടെ ബാധ്യതയാണത്. നിരന്തരമായി 10 വയസ്സാകുന്നത് വരെ എല്ലാ ദിവസവും മക്കളോട് പറയണം, ഓരോ നിസ്കാരത്തിന്റെയും സമയത്ത് നിസ്കരിക്കാൻ കൽപ്പിക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കേണ്ടതില്ല. ളുഹർ നിസ്കാരാകുമ്പോ പറയാ, മോനെ നിസ്കരിക്കണം, നിങ്ങളുടെ ബാധ്യത കഴിഞ്ഞു. പിന്നെ കുട്ടി നിസ്കരിച്ചില്ലേ, അടിക്കണ്ട, മതി, നിസ്കരിക്കാൻ പറയാം. അസ്ർ ബാങ്ക് വിളിക്കുമ്പോ മോനോട് പറയണം പള്ളിക്ക് പോകണം, നിസ്കരിക്കാൻ. മഗ്രിബ് ബാങ്കിന്റെ സമയത്തും പറയണം നിസ്കരിക്കാൻ, പള്ളിയിൽ പോവാൻ.
10 വയസ്സായാൽ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നില്ല. പക്ഷേ 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ കുട്ടിയെ അടിച്ചേക്കണം. 10 വയസ്സാകുമ്പോ മകനെ വിളിക്കുക, പൊന്നുമോനെ ഇന്ന് നിനക്ക് 10 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. എത്ര വയസ്സ്? 10 വയസ്സ്. ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് 10 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ നിസ്കാരം ഒഴിവാക്കിയാൽ എൻ്റെ അടുത്ത് നിന്ന് അടി വാങ്ങിക്കും എന്ന് മക്കളോട് വിളിച്ചിട്ട് പറയാം. എന്നിട്ട് ളുഹർ നിസ്കരിച്ചില്ലേ, ചെറുതായിട്ടൊരു അടി കൊടുക്കുക. പക്ഷേ കുട്ടിക്ക് നിസ്കാരം നിർബന്ധമായിട്ടില്ല. കുട്ടിയുടെ നന്മകളൊക്കെ മാതാപിതാക്കളുടെ ഇടയിലേക്കാണ് പോകുന്നത്. 11 വയസ്സിലും അടിക്കണം, 12ലും അടിക്കണം, 13ലും അടിക്കണം, 15 വയസ്സ് വരെ പ്രായപൂർത്തി എത്തുന്നത് വരെ അവനെ അടിക്കണം. ഞാൻ ചോദിക്കട്ടെ, 7-ാം വയസ്സ് മുതൽ നിരന്തരമായി കൽപ്പിക്കാൻ തുടങ്ങി, 10 വയസ്സായത് മുതൽ അടിക്കാൻ തുടങ്ങി, എന്നാൽ പിന്നെ 15 വയസ്സായ കുട്ടിക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? നിസ്കാരത്തിന്റെ കാര്യം ഗൗരവമാണ്. അതുകൊണ്ട് 7 വയസ്സ് മുതൽ ട്രെയിനിങ് കൊടുക്കാൻ, പരിശീലനം കൊടുക്കാൻ. 7-ാമത്തെ വയസ്സ് മുതൽ പരിശീലനം, നീണ്ട 8 വർഷത്തെ പരിശീലനം കുട്ടിക്ക് ലഭിച്ചാൽ പിന്നെ കുട്ടിക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. സുന്നത്ത് നിസ്കരിച്ചും പഠിപ്പിക്കേ, ആ കുട്ടിന് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കൂല. ഉമ്മമാർക്കല്ലേ ഇതൊക്കെ കിട്ടാൻ പോകുന്നത്? എന്താ ചെയ്താല്? നിങ്ങൾക്കൊരു വാക്കല്ല നഷ്ടമുള്ളൂ. നിങ്ങൾ നാളെ മരിച്ചുപോയി, പിന്നെ ഈ മക്കള് സുന്നത്ത് 4 നിസ്കരിക്കുമ്പോ 4ന്റെ പ്രതിഫലം കുട്ടിക്കുണ്ട്, കബറിലുള്ള നിങ്ങൾക്കുണ്ട്. തമാശയാണോ? പിന്നെ കുട്ടി വലുതായി 55 വയസ്സായി, നിങ്ങൾ കബറിലാണ്. നിങ്ങളുടെ മകൻ 55 വയസ്സായി, അയാൾ സുന്നത്ത് 4 നിസ്കരിക്കുന്നുണ്ട്, അതിന്റെ പ്രതിഫലം അയാൾക്കുണ്ട്, ഉമ്മയ്ക്കുപ്പയ്ക്കുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉപ്പ ചോദിക്കും, ഉമ്മ ചോദിക്കും, അല്ലാഹുവേ എവിടെ നിന്നാണ് എനിക്ക് ഈ പ്രതിഫലം ലഭിക്കുന്നത്? പറയും, ഇസ്തിഗ്ഫാരി വലദിക്ക, നിന്റെ മകൻ ഭൂമിയിൽ നിന്നിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, നിസ്കരിക്കുക, അതുകൊണ്ട് കിട്ടാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി നിസ്കാരത്തെ കുറിച്ച്. നിസ്കരിക്കുന്ന ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതങ്ങനെയാണ്. നമ്മുടെ നിസ്കാരാവാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, സഹാബാക്കളോട് ചോദിച്ചില്ലേ, നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് മനോഹരമായ ഒരു നദി ഒഴുകുന്നുണ്ട്, നദിയിൽ കുളിക്കാൻ 5 നേരം ഒരാൾ കുളിക്കുന്നുണ്ട്, അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ എന്ന് ചോദിച്ചത് വെറുതെയാണോ? നബി തങ്ങൾ എന്ത് പറയുമ്പോഴും കൽപ്പിക്കുമ്പോഴും ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ കൊടുക്കും. ആ എക്സാമ്പിള് പിന്നെ മനുഷ്യന്മാരുടെ ഹാർട്ട് ടച്ചിങ് ആയിരിക്കും. അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു കുലുക്കും. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, നബിയെ 5 നേരം കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ അഴുക്ക് ബാക്കിയാകാനോ? ഒരിക്കലും ബാക്കിയാവൂല. ബാത്ത് ടബൊക്കെ അല്ലേ എന്നൊക്കെ ബാത്റൂമിലെ. പഴയ കാലത്ത് ഒരു വീട് കെട്ടുന്ന ചെലവാണ് ഇന്ന് ബാത്റൂം കെട്ടുമ്പോ. വീടൊക്കെ കെട്ടിയാൽ ഉസ്താദുമാരൊക്കെ വന്നാൽ ഉസ്താദുമാർക്കൊക്കെ ആദ്യം കാണിച്ചു കൊടുക്കുക ബാത്റൂം. എന്താ ബാത്റൂം? ലക്ഷങ്ങളാണ് ബാത്റൂമിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഒരു ബാത്ത് ടബില് ഒരാൾ 5 നേരം ഇങ്ങനെ കിടന്നിട്ട് നരച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് കുളിക്കുക, അയാളിൽ വല്ല അഴുക്കുണ്ടാവോ? ഇല്ല. സഹാബാക്കളൊക്കെ ഏകസ്വരത്തോടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഒരു അഴുക്ക് പോലും ബാക്കിയാവില്ല. എന്നാ നബി തങ്ങൾ പറഞ്ഞു, 5 വക്ത് നിസ്കരിക്കുന്ന ഒരാളുടെ ഏടിലൊരു തെറ്റുണ്ടാവൂല, ഒരു തെറ്റുണ്ടാവൂല. നിങ്ങൾ കൃത്യമായി ബാങ്ക് വിളിക്കുമ്പോ, നമ്മുടെ നിസ്കാരം തോന്നുമ്പോഴുള്ള നിസ്കാരമാണ്, തോന്നുമ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകണം, വീട്ടിൽ നിന്ന് wudu എടുത്തതിന്റെ ഒരു സിസ്റ്റം തന്നെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നമ്മുടെ സമയം കഴിഞ്ഞിട്ടില്ലല്ലോ, 11 മണിയല്ല, എത്ര മണിക്ക് നിർത്താൻ പറഞ്ഞു? 11 മണിക്കാ. കുറച്ചൊന്ന് സമയം പോയതേ അറിഞ്ഞിട്ടില്ല. കുറച്ച് സമയം കേട്ടോ, നിങ്ങൾ വിഷമിക്കല്ലേ. ഒന്ന് എണീറ്റിക്കണം, ഒന്ന് എണീറ്റിക്കെല്ലാവരും. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ ബായാർത്ഥങ്ങൾ മന്ത്രിച്ച തേന്, റുമ്മാമ്പഴമൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നലെ കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല.
അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് വാങ്ങേണ്ട ആളുകളൊക്കെ എന്ത് ചെയ്യുക, സംഘാടകർ നമ്മുടെ കമ്മിറ്റിയെ ബന്ധപ്പെടുക, എന്നിട്ട് വാങ്ങിക്കുക എല്ലാവരും. പിന്നെ നാളെ ഉണ്ട് നജ്മുദ്ദീൻ തങ്ങൾ, നാളെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. നാളെയും ഞാനാണ് ഇവിടെ. അപ്പോൾ ഇന്ന് കുറെ പറഞ്ഞാൽ നിങ്ങൾ നാളെ വരില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പെട്ടെന്ന് നിർത്താൻ. ലൈവ് കാണുന്നുണ്ട് കുറെ ആളുകൾ ദുബൈയിൽ, നാട്ടിൽ നിന്നൊക്കെ കാണുന്ന ആളുകളുണ്ടാവും, ഗൾഫിൽ നിന്നൊക്കെ. മാഷാ അല്ലാഹ്. അപ്പൊ ഗൾഫിൽ നിന്നാണ്. ഇപ്പോ അതിന്റെ ആളെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല. എത്രയോ 6, 7, 8 മാസം മുമ്പ് വിളിച്ചിട്ട് ബുക്ക് ചെയ്ത പരിപാടിയാണിത്. ഒഴിവാക്കാതിരിക്കാനുള്ള ഒരു കാരണം അതാണ്. കുറെ മുമ്പ് ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, പഠിച്ചു ഇത്ര മുമ്പൊക്കെ ബുക്ക് ചെയ്യണു? അവർ പറഞ്ഞു അപ്പോൾ ഡേറ്റ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്താണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒഴിവാക്കാതിരിക്കാൻ ഒരു കാരണം അതാണ്. ചെലവൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു അവരോട്, സംഘാടകരോട്, കാഞ്ഞങ്ങാട്ടാരൊക്കെ വലിയ വലിയ മുതലാളിമാരാണ്, നിങ്ങൾക്ക് പിരിവിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. നാളെ വലിയ പിരിവൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമുക്ക് പിരിവിനെ കുറിച്ചിട്ട് ഒരു പിരിവിന്റെ ടെക്നോളജി നമുക്കറിയില്ല. അതുകൊണ്ട് പിന്നെ പിരിവിന്റെ കാര്യം നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് പിരിവൊന്നും നിങ്ങൾ അറിഞ്ഞിട്ട് കൊടുക്കേണ്ടതാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കേണ്ട വിഷയമല്ല. ഇതിനൊക്കെ ഒരുപാട് ചെലവുണ്ട്. നമ്മുടെ ഖബറിലേക്ക് വരുന്ന സമ്പാദ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. നാളെ മരിച്ചു പോയാൽ അവിടെ ഒരു പ്രകാശമായിട്ട് വരുന്നത്, ഖബർ വിശാലമാകുന്നത്, സ്വർഗം ലഭിക്കുന്നത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇവിടെ എന്ത് കൊടുത്തതേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ പിരിവൊക്കെ പറഞ്ഞ് അതിന് നരകത്തെ കുറിച്ചിട്ട് വേൽ പറഞ്ഞ് കണ്ണീരൊക്കെ വന്ന് അവരിങ്ങനെ വിതുമ്പുമ്പോൾ ഒരു 100 രൂപ നോട്ടെടുത്ത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ അറിഞ്ഞിട്ട് കൊടുക്കില്ല. 1000, 500, 10,000 വലിയ ചിലവുണ്ട്, അതെനിക്കറിയാം. നല്ലൊരു മനോഹരമായിട്ടുള്ള വേദിയാണ് നമ്മുടെ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, വേദിക്ക് ഉഷാറാണ്. ആ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇവിടെ ഇരുന്നാൽ മനോഹരമായി. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് തേന് പിന്നെ ഉറുമാമ്പഴൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ മന്ത്രിച്ച തേനാണ്. എല്ലാവരും വാങ്ങുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുർ റജുലി ഫീ ജമാഅത്തായി ഒരാൾ